മംഗല്യസൂത്രം. രചന ജാസ്മിൻ ഷിഹാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇതൊന്നുമല്ല സർ, ചെയ്യുന്നത് തെറ്റില്ല എന്നൊരു തോന്നൽ. നമ്മൾ ഒരുപാട് പ്ലോട്ട് വാങ്ങിയിട്ടും വിറ്റിട്ടുണ്ട്. പക്ഷെ അവയെല്ലാം നമ്മൾ നൽകിയ കിടില ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ട് അവർ തന്നെ നമുക്ക് എഴുതി തന്നാണ്. പിന്നെ ആ ഡൽഹിയിലുള്ള സേട്ടുവിനെ മാത്രമേ നമ്മൾ ഭീഷണിപ്പെടുത്തി സൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അത് പിന്നെ അയാൾക്കൊണ്ട് ആ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഉപദ്രവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ ഒഴിപ്പിച്ച മറ്റുള്ളവർക്ക് ഉപകാരമായിരുന്നു. അതിനാൽ അതൊരു തെറ്റായി തോന്നിയിരുന്നില്ല. പക്ഷേ ഇത് സാമുവൽ പറഞ്ഞു നിർത്തി. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല സാമുവൽ. ഇന്നത്തെ കാലത്ത് ആരാണ് ഇമോഷണലിൻ്റെ പുറകെ പോകുന്നത്? അവിനാഷ് അവനോട് ചോദിച്ചു. അതൊക്കെ പോട്ടെ, അവിടെ കണ്ണുകൾ അങ്ങനെയാണ്, മൂക്കുകൾ ഇങ്ങനെയാണെന്നൊക്കെ സാറിങ്ങനെ ശ്രദ്ധിച്ചു. സാധാരണ സാറിങ്ങനെ ആരെക്കുറിച്ചും പറയാറില്ലല്ലോ. താൻ പോയി ഫുഡ് എടുത്ത് നോക്ക്, അമിത സ്വാതന്ത്ര്യം എടുക്കണ്ട. അവിനാഷ് പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോകുന്നുണ്ട്. സാമുവൽ പതുക്കെ ചിരിച്ച്. രാവിലെ ഹോസ്പിറ്റലിലെത്തിയ ആരുഷി വേഗം തന്നെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയായിരുന്നു. റൂമിന് മുമ്പിൽ കുറച്ച് പേഷ്യൻസ് ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികളെയും കൗമാരക്കാരെയും കൊണ്ടുവന്ന മാതാപിതാക്കളും അടക്കം പലരും നിത്യേന അവളെ തേടി വരാറുണ്ട്. മാഡം, പുതിയ ഓണർ വന്നറിഞ്ഞില്ലേ? നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ആൾ വാങ്ങി. പഴയ ഓണർ മുസ്തഫ സാറിന് ഇന്ന് വൈകിട്ട് യാത്രയപ്പുണ്ട്. തൂപ്പുകാരി ലതയുടെ വാക്കിൽ കേട്ട് ആരുഷി അമ്പരന്നു. ഇത്രയും നല്ല നിലയിൽ നടന്നു പോകുന്നൊരു സ്ഥാപനം മുസ്തഫ സാർ ഇങ്ങനെ വിൽക്കാനാ? എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവോ? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. ഏയ്, അതൊന്നല്ല. ഇതുപോലത്തെ 3-4 ഹോസ്പിറ്റൽ ഉണ്ടാക്കാനുള്ള പണമാണ് കൊടുത്തതെന്നാ കേൾക്കുന്നത്. ലത അടക്കി പിടി സ്വരത്തിൽ മെല്ലെ പറഞ്ഞു. എന്നാലും ഡോറ് തുറന്ന് തന്റെ ക്യാബിൽ കയറുമ്പോഴും ആരുഷി ചിന്തയിലായിരുന്നു. ഇത്രയും കാശ് കൊടുത്ത് ഈ ഹോസ്പിറ്റൽ തന്നെ അയാൾ വാങ്ങണമെന്നുണ്ടോ? ആ കാശിന് വേറെ ഹോസ്പിറ്റൽ തുടങ്ങായിരുന്നല്ലോ. അവൾക്ക് അത്ഭുതം തോന്നി. അന്ന് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാൻ നേരെ രാജീവ് ഓടി വന്നു. നീ വരില്ലേ ഇന്നത്തെ പാർട്ടിക്ക്? അവൾ വരാതെ നമ്മുടെ മുസ്തുവിൻ്റെ യാത്രയപ്പല്ലേ? അവൾക്ക് നേരെ നടന്നു വരികയായിരുന്ന ശബാന വിളിച്ചു പറഞ്ഞു. ഏയ്, ഞാനെങ്ങുമില്ല. യമണ്ണ പാർട്ടിയാണെന്ന് കേട്ടു. വിദേശത്തു നിന്നുള്ള ഒരുപാട് പേരൊക്കെ ഉണ്ടത്രേ. എനിക്ക് മാതിരി പരിപാടിയൊന്നും സെറ്റ് ആവത്തില്ല. അതാ ഞാനും പറയാൻ വന്നേ. നിന്റെ ഈ ചുരിദാറിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കരുത്. വല്ല ഗൗണോ സാരിയോ നോക്ക്. പിന്നെ ഇന്നൽപ്പം പുട്ടിയൊക്കെ ആവാം. ശബാന പറഞ്ഞ രാജീവും ശരിവെച്ചു. വെൽ, വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? പെട്ടെന്നൊരു ചോദ്യം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. കാൽമുട്ടിന് മീതെ കിടക്കുന്ന ഇറക്കമില്ലാത്ത ഒരു പ്രത്യേകതരം മോഡേ വസ്ത്രം ധരിച്ചുകൊണ്ട് മുടി ബോബ് ചെയ്തൊരു യുവതി. അവളുടെ ചുണ്ടിലൊരു സിഗരറ്റ് എരിഞ്ഞുകൊണ്ടിരുന്നു. ആക്ച്വലി നിങ്ങൾക്ക് ആരാ? തൂപ്പുകാരാണോ? ആ യുവതി അവരോടായി ചോദിച്ചു. ഇയാളാരാണെന്ന് മനസ്സിലായില്ല. ഉള്ളിലെ ദേഷ്യം പ്രകടമായിക്കൊണ്ട് തന്നെ ശബാന ചോദിച്ചു. ഡോൺ യു നോ മീ? ഐ ആം യുവർ ന്യൂ മാനേജർ റിയ എബ്രഹാം. അതിന് എന്ന് ചോദിക്കാനാണ് ആരുഷിയുടെ വായിൽ ആദ്യം വന്നെങ്കിലും അവളൊന്നും മിണ്ടാതെ കഷ്ടപ്പെട്ട് പുഞ്ചിരിച്ചു കൊടുത്തു. ദെൻ അപ്പോൾ പിന്നെ കാണാം. നിങ്ങളിന്ന് പാർട്ടിക്ക് വരുമോ? ഓ സോറി, ഐ തിങ്ക് യു കാൺട്ട്. ഇതൊരു ബിഗ് പാർട്ടിയാണ്. കുറേ വലിയ ആൾക്കാർ വരാനുള്ളതാണ്. ഇമാതിരി വേഷം കിട്ടി വന്നാൽ അത് നമ്മുടെ ഹോസ്പിറ്റലിന് അപവാദമാണ്. വരണമെന്നില്ല. അവരടിമുടിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞവൾ തിരിഞ്ഞടന്നു. ഇവിടെ ഞാൻ ശബാന പല്ലിയരിച്ച്. പൊന്നുമോളെ, ഈ പാർട്ടി എന്ത് വന്നാലും മിസ്സാക്കരുത്. നമ്മൾ ആരാ നമ്മൾ കാണിച്ചു കൊടുക്കണം. അവിടെ ഒരു ചപ്രാച്ചി മുടി, ഒരു ലോഡ് പുട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ മറക്കണ്ട. അവളോട് പകരം ചോദിക്കാൻ അതേ വഴിയുള്ളൂ. ഈ അഹങ്കാരം ഉണ്ടല്ലോ, അത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. അത് നമ്മളിവിടെ ഉള്ളപ്പോൾ. അപ്പം മോള് പോയി നല്ല ഹോട്ടൽ ലുക്കിൽ വാ. ശബാന അവളുടെ തോളിൽ തട്ടി. പണ്ടാരം, ഇതിനെ പിടിച്ച് ആരാ മാനേജറാക്കി? ഇനി ഓണർ എങ്ങനെയുള്ള ആളാണ് എന്തോ. ആരുഷി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. തിരികെ വീട്ടിലെത്തിയപ്പോൾ പൊളിച്ച മതിലൊക്കെ വീണ്ടും പടുത്തു വെച്ചിട്ടുണ്ട്. അത് കണ്ട് അവളുടെ ചുണ്ടിൽ വിജയഭാഗത്തുള്ളിൽ ചിരി വിരിഞ്ഞു. എല്ലാ പ്രശ്നവും തീർന്നു, ഇനി ആശ്വസിക്കാം. അവൾ സന്തോഷത്തോടെ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നപ്പോഴേക്കും ശബാന വീണ്ടും വിളിച്ചിരുന്നു. പാർട്ടി ഒരിക്കലും മിസ്സാക്കില്ലെന്ന് അവൾ ഓർമ്മിപ്പിച്ചു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആരുഷി. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ന് സുഖമായിട്ട് ഉറങ്ങാം. ആരവിനെയും കൂട്ടി അവൾ അന്ന് ടൗണിൽ പോയി അവന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി നൽകി. മമ്മി ഇന്ന് നല്ല ഹാപ്പിയാണല്ലോ, ആരും അവളുടെ പ്രസരിപ്പുള്ള മുഖം കണ്ട് ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവൾ അവനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. അതീവ സന്തോഷത്തിലായതിനാൽ അന്ന് എന്തായാലും പാർട്ടിക്ക് പോകണമെന്നും എൻജോയ് ചെയ്യണമെന്ന് അവൾക്ക് തോന്നി. ആരോ പോയി വരുവോളം ശില്പയുടെ കൂടെ നിന്നോളൂ. പുരുഷന്മാർ വെള്ളടിക്ക് നടത്താറുള്ള ഇത്തരം പരിപാടികൾക്ക് പൊതുവെ അവനെ കൊണ്ട് പോവാറില്ല. പോവാൻ ഉറപ്പിച്ചപ്പോൾ എന്തെടുക്കുന്നതായിരുന്നു അടുത്ത പ്രശ്നം. പൊതുവെ വളരെ സിമ്പിളായ ചുരിദാറാണ് അവൾ ധരിക്കാറുള്ളത്. പക്ഷേ അതിന്ന് പറ്റില്ലല്ലോ. അവൾ മെല്ലെ എഴുന്നേറ്റ് ആ പഴയ അലമാരക്കുമ്പിൽ ചെന്ന് നിന്നു. നെഞ്ചിരിപ്പോടെ ആ അലമാര തുറന്നു. അതിൽ മുഴുവനും മനോജിന്റെ വസ്ത്രങ്ങളും അവന്റെ സാധനങ്ങളുമായിരുന്നു. വൃത്തിയായി അടുക്കി വെച്ച അവന്റെ ഷർട്ടുകളിൽ അവൾ സങ്കടത്തോടെ തലോടി. ഷെൽഫിലുണ്ടായിരുന്ന വെളുത്ത പളങ്ക് കുപ്പി തുറന്നവൾ മൂക്കിൻ തുമ്പത്തേക്ക് അടുപ്പിച്ചു. മനോജിന്റെ മണം അവളുടെ സിരകളിലൂടെ പാഞ്ഞു കയറി. മിന്നൽ പോലെ കുറെ ഓർമ്മകൾ അവൾക്കുള്ളിലൂടെ കടന്നുപോയി. തൊണ്ടയിലൊരു വല്ലാത്ത വേദന അനുഭവപ്പെടുന്ന പോലെ അവൾക്ക് തോന്നി. എന്തോ കുടുങ്ങിയ പോലെ. അലമാരയുടെ ഏറ്റവും അടിയുള്ള ഷെൽഫ് അവൾ വലിച്ചു തുറന്നു.
അതിൽ ഭദ്രമായി മടക്കി വെച്ച പ്ലാസ്റ്റിക് കവർ തുറന്നവൾ ആ സാരി പുറത്തേക്ക് എടുത്തു. ചോര ചുവപ്പ് നിറമുള്ള നെറ്റ് സാരി നോക്കി നിൽക്കെ അവളുടെ ഓർമ്മകൾ പുറകിലേക്ക് സഞ്ചരിച്ചു. അവൾ പതുക്കെ കണ്ണുകളടച്ചു. അന്നൊരു വാലന്റൈൻസ് ഡേ ആയിരുന്നു. വിവാഹം കഴിഞ്ഞെങ്കിലും അവൾ മനോജും പരസ്പരം സമ്മാനങ്ങൾ നൽകാറുണ്ടായിരുന്നു. പക്ഷേ അന്ന് പതിവ് പോലെ മനോജ് അവൾക്കൊന്നും നൽകിയില്ല. മനസ്സിൽ പരിഭവം തോന്നിയെങ്കിലും ആരുഷിയൊന്നും പറഞ്ഞിരുന്നില്ല. രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് ഫ്രഷായി കിടക്കാൻ വന്നപ്പോഴാണ് മനോജ് അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ കയ്യിലേക്ക് ഒരു ഗിഫ്റ്റ് പാക്ക് വെച്ചു കൊടുത്തത്. സന്തോഷത്തോടെ ആരുഷി വേഗമായി തുറന്നു നോക്കി. അതൊരു മനോഹരമായ സാരിയായിരുന്നു. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. നോക്കണ്ട, നിനക്ക് തന്നെയാ. എന്നും ഈ ചുരിദാറല്ലേ, ഇനിയൊരു സാരി ആവട്ടെ, നിനക്ക് നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ മോള് പോയിട്ടേ അതൊന്ന് എടുത്തിട്ട് വാ. പോപ്പോ വേഗം ചെല്ല്. മനോജ് അവളെ തള്ളിമാറ്റി കണ്ണാടിക്കുമ്പിൽ കൊണ്ടുപോയിരുത്തിയ ശേഷം അവൻ ബാൽക്കണിയിൽ പോയിരുന്നു. ആരുഷി സാരി ഉടുക്കാൻ ആരംഭിച്ചു. മനോജ് പറഞ്ഞ പോലെ ആ നിറം അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. മനോ, പുറകിൽ നിന്നൊരു വിളി കേട്ട് മനോജ് തിരിഞ്ഞു നോക്കി. അമ്പരപ്പ് കൊണ്ട് അവൻ്റെ മിഴികൾ വിടർന്നു. സാരി ധരിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആരുഷി നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, എവിടെയായിരുന്നു ഈ ഭംഗിയെല്ലാം കൂടി നീ ഒളിപ്പിച്ചു വെച്ച പെണ്ണേ? ഇനി മുതൽ നീ ഇങ്ങനെ നടന്നാൽ മതി. മനോജ് അവളുടെ അരികിലേക്ക് നടന്നു. ആ ബെസ്റ്റ്. ഈ നോക്ക്, ഈ ബ്ലൗസ് ഇത്രയേ ഇറക്കുള്ളൂ, വയറ് കാണുന്നുണ്ട്. നോക്ക്, എൻ്റെ ബാക്ക് ഇത്രയേ വീതിയുള്ളൂ, മൊത്തം കാണുന്നുണ്ട്. ഇത് കിട്ടി നടന്നിട്ട് വേണം നാട്ടുകാർ പറയാൻ. നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ. നിനക്ക് കംഫർട്ട് അല്ലെങ്കിൽ വേണ്ട, പക്ഷെ എൻ്റെ മുമ്പിൽ ആവാലോ. മനോജ് അവളെ തോളിൽ പിടിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് അവളെ കണ്ണാടിക്കുമ്പിൽ എത്തിച്ചു. നോക്ക്, ഹോട്ടായിട്ടില്ലേ? നീ ഈ സാരി ധരിച്ചുകൊണ്ട് എവിടെ പോയാലും അവിടെയൊക്കെ ഞാനും ഉണ്ടാവും. അവൻ അവളുടെ തോളിലൊരു ചുംബനം നൽകി. ആരുഷി നാണത്തോടെ തലതാഴ്ത്തി. അവൻ പതുക്കെ അവളുടെ മുഖം പിടിച്ചുയർത്തി. സിന്ദൂരച്ചെപ്പ് തുറന്ന് അവളുടെ നെറുകിൽ സിന്ദൂരമണിഞ്ഞു. നിർവൃതിയോടെ കണ്ണടച്ചു നിൽക്കുന്ന ആരുഷിയുടെ നെറ്റിൽ അവൻ ചുണ്ടുകൾ ചേർത്ത്. പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് ഞെട്ടിയുണ്ടെന്ന ആരുഷി അറിയാതെ തന്റെ നെറ്റിലും തൊട്ടു നോക്കി. കണ്ണു തുറന്നപ്പോൾ എല്ലാം ശൂന്യമായിരുന്നു. ഹൃദയം പിളരുന്ന വേദന അവൾക്ക് അനുഭവപ്പെട്ടു. ആ സാരിയിൽ മുഖം അമർത്തി അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. സാർ, ഇത് എന്നാ ഭാവിച്ച? നമ്മളിവിടെ നീ ഹോസ്പിറ്റൽ നോക്കി നടത്താൻ പോവാണോ? സാമുവൽ അമ്പരപ്പോട് അവിനാശിന്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങളല്ലേ പറഞ്ഞത് ആരുഷിയെ വരുതിയിലാക്കാൻ? അതിന് എൻ്റെ മുന്നിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. വ്യക്തമായ പ്ലാനോടെയാ ഞാനിത് വാങ്ങിയത്, അല്ലാണ്ട് എനിക്ക് വട്ടൊന്നുമില്ല. കണ്ണാടിയിൽ നോക്കി തന്നെ ടൈ ശരിയായിക്കൊണ്ട് അവിനാശ് പറഞ്ഞു. അവൾ ഇന്ന് പാർട്ടിക്ക് വരുമോ സാർ? സാമുവൽ സംശയം ഉന്നയിച്ചു. അതറിയില്ല, പക്ഷെ വന്നാൽ തീർച്ചയായും അവൾക്കത് വലിയ ഷോക്കായിരിക്കും. എന്തായാലും വേണ്ടില്ല സാർ, എന്നത്തെയും പോലെ ഇനി ഉടക്കാൻ നിൽക്കണ്ട, സോപ്പിട്ട് നിന്നോളൂ, സാമുവൽ ഉപദേശിച്ചു. നോട്ട് ഷുവർ. അവിനാശ് തൻ്റെ ഓവർകോട്ട് അണിഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ആര്യയോട് പോയി ഇനിയങ്ങ് വരാണ്ടിരിക്കുമോ? രാജീവ് ശബാനയോട് തിരക്കി. വരുന്നാളെ ഞാൻ കേട്ടത് വരാണ്ടിരിക്കില്ല. ശബാന ചുറ്റും വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. അവർ വിചാരിച്ചതിനേക്കാൾ വലിയ ഫംഗ്ഷനായിരുന്നു അത്. ഒരു വെഡ്ഡിങ് എന്ന പോലെ ഒരുപാട് പൂക്കൾ കൊണ്ട് അലങ്കാര വിളക്കുകൾ കൊണ്ട് മനോഹരമായിരുന്നു അവിടം. ഒരു വശത്ത് ഇരിക്കാനുള്ള ചെയറും ടേബിളും, വേണ്ടവർക്ക് ഫുഡ് വിളമ്പുന്നു. നേരെ മുന്നിലൊരു വേദി, അതിന് തൊട്ടപ്പുറത്തായി ഒരു ചെറിയ ഡാൻസ് ഫ്ലോർ. പിന്നെ അധികം വെളിച്ചമില്ലാത്ത മറ്റൊരു കോണിൽ പലതരം മദ്യങ്ങൾ വിളമ്പുന്നൊരിടം. ഈ ഓഡിറ്റോറിയത്തിന് റോയൽ പാലസ് എന്ന പേര് വന്ന് ചുമ്മാതല്ല, ഷബാന രാജീവിനോട് പറഞ്ഞു. അപ്പോഴേക്കും വേദിയിലേക്ക് കുറെ പ്രധാനപ്പെട്ട ഒരുപാട് പേര് വന്നു കയറി. ഓഡിറ്റോറിയത്തിലെ സംഗീതം നിലച്ചു. മുസ്തഫ സാർ വന്ന് വികാരഭരിതനായി കുറെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആ മറ്റേ പെണ്ണല്ലേ അത്, റിയ? വേദിയിലേക്ക് നോക്കി രാജീവ് ചോദിച്ചു. അതിനടുത്തിരിക്കുന്ന ആ ചുള്ളം പയ്യനാണോ ഓണർ എന്നൊരു ഡൗട്ടുണ്ട്. അവനോട് അവർക്ക് കുറച്ച് റെസ്പെക്റ്റ് കൂടുതലുണ്ടല്ലേ? പുറകിൽ നിന്ന് മറുപടിയൊന്നും കേൾക്കാതിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കിയ ശബാന പ്രവേശന കവാടത്തിനരികിലേക്ക് അന്തം വിട്ട് നോക്കുന്ന രാജീവിനെ കണ്ട് അങ്ങോട്ടേക്ക് നോക്കി. വാട്ട്? അവളുടെ കണ്ണ് തള്ളിപ്പോയി. വളരെ മനോഹരമായ രക്തവർണ്ണമുള്ള സാരി വശ്യമായി ചുറ്റി, നീളൻ കണ്ണുകളിൽ കൺമഷിയിട്ട് കറുപ്പിച്ചുകൊണ്ട്, സാരിയുടെ അതേ നിറമുള്ള ചുവന്ന ലിപ്സ്റ്റിക് ചുണ്ടുകളിൽ പുരട്ടി ആരെയും മയക്കുന്ന മാദക ലുക്കിൽ ആരുഷി നടന്നു വരുന്നുണ്ടായിരുന്നു. വെറുതെ അഴിച്ചിട്ട നീണ്ട മനോഹരമായ മുടിയിഴകളുടെ അറ്റം മാത്രം അവൾ വളരെ മനോഹരമായി ചുരുട്ടി വെച്ചിരുന്നു. അവരെ കണ്ട് തന്നെ നുണക്കുഴിക്ക് അവൾ വിടർത്തി ചിരിച്ചുകൊണ്ട് ആരുഷി അങ്ങോട്ടേക്ക് നടന്നു. ആരുഷി വരുന്ന വേദിയിൽ നിന്ന് അവിനാശ് കണ്ടിരുന്നു. തലതാഴ്ത്തിക്കൊണ്ട് നടന്നു വന്നവൾ കൂട്ടുകാരുടെ അടുത്തേക്ക് നടക്കുന്നു. കൈകൊണ്ടും തലകൊണ്ട് ആംഗ്യം കാണിച്ച് വലിയ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവൾ സന്തോഷത്തോടെ സംസാരിക്കുന്നവൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് നോട്ടം മാറ്റിയപ്പോൾ സാമുവൽ അവനെ നോക്കി നിൽക്കുന്ന കണ്ടു. എന്താണെന്ന അർത്ഥത്തിൽ പുരികങ്ങൾ കണ്ട് ഉയർത്തിയപ്പോൾ സാമുവൽ ഒരു ചെറിയ ചിരിയോടെ മുഖം തിരിച്ചു. നേർത്തൊരു ഇളങ്കാറ്റ് അവിടെ കടന്നു വന്നു. പെട്ടെന്ന് ആരുഷി ഞെട്ടലോടെ ചുറ്റും നോക്കി. മനുവിൻ്റെ ഗന്ധം. എന്തുപറ്റി? എനി പ്രോബ്ലം? രാജീവ് അവളോട് ചോദിച്ചു. എങ്കിലും ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. പക്ഷെ അവളുടെ മുഖത്ത് ഒരു പേരറിയാത്ത വികാരം അവൻ കണ്ടു. Then now I want to introduce your new owner. Welcome Mr. Avinash Arora. കൂൾ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരുന്ന ആരുഷി പെട്ടെന്ന് അരുതാത്തെന്തോ കേട്ട പോലെ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി.
മുസ്തഫ സാറിനടുത്തേക്ക് നടന്നെടുക്കുന്ന ആളെ കണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് താഴെ വീണു. അവിനാശ്, അവൾ മന്ത്രിച്ചു. പകച്ചുപോയ രാജീവും ഷബാനയും അതേ വേഗത്തിൽ വേദിയിലേക്ക് മുഖം തിരിച്ചു. ആരുഷി പറഞ്ഞിരുന്ന ആളാണതെന്ന് അവർക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. താൻ മുമ്പ് പറഞ്ഞ ചുള്ളൻ ചെക്കനാണ് ഈ ദ്രോഹിയെന്ന് ഷബാനക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നി. രാജീവ് ആശ്വസിപ്പിക്കാനെന്നോണം ആരുഷിയുടെ തോളിൽ കൈവച്ചു. തൻ്റെ പെർഫ്യൂം കൊള്ളാലോ. അവിനാശിനെ ഹസ്തദാനം ചെയ്യുമ്പോൾ മുസ്തഫ സാർ പതുക്കെ പറഞ്ഞു. കൊള്ളാമോ? ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്. സെലക്ഷൻ. അവിനാശ് അയാളെ നോക്കി കണ്ണിറുക്കി. സമയം കടന്നുപോയി. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു തുടങ്ങിയിരുന്നു. ആരുഷിക്ക് തൻ്റെ തൊണ്ടയിലെന്തോ തടഞ്ഞ പോലെ തോന്നി. വിശപ്പൊക്കെ അപ്രത്യക്ഷമായിരുന്നു. ആ ഹോസ്പിറ്റലിൽ ഇത്രയും പണം നൽകി വാങ്ങിയത് എന്തിനാണെന്ന് അവളുടെ സംശയത്തിന് ഏകദേശം ഒരു ഉത്തരം കിട്ടിയിരുന്നു. ഒരുപക്ഷെ അവനെന്തെങ്കിലും വ്യക്തമായ പ്ലാൻ ഉണ്ടാവണം. ആരുഷിയുടെ ചിന്തകൾ നാലുപാട് ഓടുകയായിരുന്നു. രാജീവും ശബാനയും ഏതാണ്ട് ഉത്സാഹം നശിച്ച മട്ടിലായിരുന്നു. നിരാശയോടെ ഇരിക്കുന്ന ആരുഷിയുടെ മുഖത്തേക്ക് നോക്കിയ രാജീവിന് പെട്ടെന്നൊരു ആശയം തോന്നി. ആരു, നീ വാ. രാജീവ് ഉത്സാഹത്തോടെ അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വാ, നമുക്ക് ഡാൻസ് കളിക്കാം. രാജീവ് അവൾ നിർബന്ധിച്ചു. പക്ഷെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിന്നിരുന്ന ആരുഷി വിസമ്മതം പ്രകടിപ്പിച്ചു. പക്ഷെ അവിടെ മൂഡ് ഓഫ് മാറ്റണമെന്ന് കരുതിയിരുന്ന രാജീവ് വാശിയോടെ അവൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അവൻ നിന്നെ തളർത്താനാണ് ഉദ്ദേശിച്ചെങ്കിൽ അതിനുള്ള ചാൻസ് കൊടുക്കരുത്. നിന്നെ അതൊന്നും ബാധിച്ചിട്ടില്ലെന്ന് അവനെ കാണിക്കുക. നമ്മൾ പല പരിപാടികളിലും ബെസ്റ്റ് ഡാൻസ് കൂടി ആയിട്ടുള്ളവരല്ലേ. ആ ആത്മവിശ്വാസം എടുക്കുക. രാജീവ് വീണ്ടും പറഞ്ഞു. ഷബാനയും പിന്താങ്ങിയതിനാൽ അവസാനം ആരുഷിയും സമ്മതം മൂളി. അല്പനിമിഷങ്ങൾക്കുള്ളിൽ വേദിയിൽ നടക്കാൻ പോകുന്ന നൃത്തരംഗത്തെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് മുഴങ്ങി. രാജീവ് ആരുഷിയും വേദിയിലേക്ക് കയറി. അതുവരെ തന്നിൽ നോക്കി രസിച്ചിരുന്ന പുരുഷന്മാരുടെ നോട്ടം മാറിയത് റിയ മനസ്സിലാക്കി. താൻ രാവിലെ കണ്ട പെൺകുട്ടിയാണ് ആ ചുവന്ന സാരിയിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നതെന്ന് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം തോന്നി. അവളിൽ ഒരുതരം അസ്വസ്ഥത ഉടലെടുക്കാൻ തുടങ്ങി. പക്ഷേ വേദിയിൽ അവളുടെ പേര് വിളിച്ചു പറഞ്ഞപ്പോൾ റിയ അമ്പരന്നു. അപ്പോൾ ഇവളാണ് തങ്ങളുടെ ഇര. അവളുടെ ചുണ്ടിൽ നിഗൂഢമായൊരു ചിരി തെളിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.